അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ഹെൽത്തി. അറബികളിൽ ഭയങ്കര ഒരു മല്ലനുണ്ടായിരുന്നു. മല്ലൻ എന്ന് പറഞ്ഞാൽ ഒരറബിക്കും തള്ളിയിടാൻ കഴിയാത്ത രീതിയിൽ റുഖാന ഇബ്നു അബ്ദു യസീദ് ഇബ്നു ഹിഷാം ഇബ്നുൽ മുത്തലിബ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്, റസൂലുള്ളാഹിൻ്റെ ഒരു ബന്ധത്തിൽ അബ്ദു മനാഫിനോട് കണ്ണു ചേരുന്ന ഒരാളാണ് ഈ റുഖാന. അബ്ദു മനാഫിൽ കണ്ണു ചേരുന്ന ആളാണ് റുഖാന ഭയങ്കര കരുത്തനായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ റുഖാന ഇങ്ങനെ ആടുകളായിട്ട് വരുന്നുണ്ട്, കുറച്ച് ആടുകളായിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖാനയെ കണ്ട പറഞ്ഞു, റുഖാന ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി. അപ്പോൾ റുഖാന പറഞ്ഞു, ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത്, ഒരു സിദറ അല്ലെങ്കിൽ ഒരു ഷജറ കാണിച്ചു കൊടുക്കുന്നത്, ആ മരത്തിനെ അവിടുന്ന് വിളിച്ചിട്ട് ഇങ്ങനെ മരം ഇവിടെ വരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അഖ്ബിലി ബി ഇതിനില്ല, അള്ളാൻ്റെ സമ്മതത്താൽ വരാൻ പറയുന്നത് മരത്തോട്. അപ്പോൾ അഖ്ബലത്ത് തഖുത്തുൽ അർള ഖത്തൻ എന്നാണ്, അതിങ്ങനെ വരികയാണ്. എങ്ങനെ വരുന്നത് അറിയോ, തഖുത്തുൽ അർള ഖത്തൻ, മണ്ണ് ഇങ്ങനെ ഭൂമിയെ നീക്കി പിളർത്തി വന്നു എന്നാണ്. അപ്പോൾ ഈ റുഖാന അറിയണം എന്താണ്, മാ റഅയ്തു കൽയൗമി സിഹ്റൻ, ഇന്ന് ഞാൻ കണ്ടതുപോലെ ഒരു സിഹിർ കണ്ടിട്ടില്ല എന്ന് മാരണം. അപ്പോൾ പിന്നെ മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ, റസൂൽ പറയണ വൈഹക അസ്ലിം, ഇസ്ലാം സ്വീകരിക്കാൻ പറയണം. പറയില്ല, ഇതിനോട് മടങ്ങിപ്പോകാൻ പറയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജിഇ ബിഇദ്നില്ല. കേട്ടോ, നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇർജിഇ എന്നല്ല പറയുന്നത്, പിന്നെ ഇർജിഇ ബിഇദ്നില്ല, അഖ്ബിലി ബിഇദ്നില്ല. ഇന്ന് ഈ ആളുകൾ ഈ ലോകം നിയന്ത്രിക്കുന്നത് മറ്റേ ഷെയ്ഖാണ്, ലോകം നിയന്ത്രിക്കുന്നത് ഈ ഷെയ്ഖാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ പ്രാപഞ്ചിക വിഷയങ്ങളും ചേർക്കുന്നത് ഷെയ്ഖുമാരിലേക്കാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നബിയുടെ കയ്യാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്നത് വരെ റസൂലുള്ളാഹി പറയുന്നത് ബിഇദ്നില്ല, ഇർജിഇ ബിഇദ്നില്ല. അപ്പോൾ അത് മടങ്ങി എന്നാണ് അയാൾ പറയുന്നത്, അസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കില്ല. അപ്പോൾ അയാൾ പറയാണ്, ഇൻ സറഅതനി അസ്ലംതു ബിക്, നമുക്ക് മത്സരം നടത്താം, ഗുസ്തി നടത്താം, എന്നിട്ട് തള്ളിയിടുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ തള്ളിയിടുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും, അല്ലെങ്കിൽ എൻ്റെ ആടുകളെ നിനക്ക് തരാമെന്ന് പറയുന്നത്. എൻ്റെ ആടുകളെ നിനക്ക് തരാം. ആടുകളുടെ അയാൾ കുറേ ആടുകളുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസറഅഹു, അയാളോട് ഗുസ്തി എടുത്ത് മല്ലിട്ട് ഞൊടിയുടെ നേരം റസൂൽ തള്ളിയിട്ട് മൂപ്പരെ തള്ളിയിട്ട്. അത് അറബികളുടെ ഇടയിൽ അതൊരു വലിയ വിഷയമാണത്, അയാളെ ആരെങ്കിലും തള്ളിയിട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തള്ളിയിട്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത് നീച്ച് അയാൾ പറയുന്നത്, നന്ദി ഒരിക്കൽ കൂടി. രണ്ടാമത് ഗുസ്തി റസൂലുള്ളാഹി വേഗം തള്ളിയിട്ട് അയാൾ മൂന്നാമത് ഒരിക്കൽ ആവിദിനി മറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ റസൂലുള്ളാഹി മൂന്നാമതും ഗുസ്തി എടുത്ത് തള്ളിയിട്ട്. അപ്പോൾ ഇനി അയാളോട് പറഞ്ഞ അസ്ലിം, മൂപ്പർ കൂട്ടാക്കിയില്ല. അപ്പോൾ റസൂലുള്ളാഹി എന്നാ വ്യവസ്ഥ പ്രകാരം ആടിനെ തരണം. അപ്പോൾ ഉടനെ മൂപ്പർ ചോദിക്കാണ്, മാതാ തഖൂലി ഖുറൈശ്, ആടിനെ തന്നിട്ടുണ്ടെങ്കിൽ ഖുറൈശികളോട് ചെന്നിട്ട് എന്താ പറയുക ചോദിച്ചത് അയാൾക്ക്. കാരണം അയാൾക്ക് അപ്പോൾ റസൂൽ പറയണ ഫസറഅതുഹു, ഞാൻ റുഖാനയോട് ഗുസ്തി നടത്തിയിട്ട് തള്ളിയിട്ട് എന്ന് ഞാൻ പറയും. അപ്പോൾ അയാൾ പറയണേ, ഫദഹ്തനി അഖ്സൈതനി, ഖുറൈശികളോട് ചെന്നിട്ട് ഞാൻ മൂപ്പര് വീഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മാനം കെടുത്തണത്, എന്നെ അപമാനിതനാക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്താ ഞാൻ പറയാൻ പോയിട്ട് ഖുറൈശികളോട്, അത് പിന്നെ ഖമർത്തുഹു, ഞങ്ങൾ ചൂതാട്ടം നടത്തി, ചൂതാട്ടത്തിൽ തോൽപ്പിച്ചിട്ട്, അങ്ങനെ കുഴപ്പമില്ല, ചൂതാട്ടത്തിൽ തോൽപ്പിച്ചിട്ട് എടുത്താണ് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. പറഞ്ഞു ശക്തിയിൽ തോൽപ്പിച്ചിട്ടാണെന്ന് പറയാൻ പാടില്ല, അതിൻ്റെ വഷളാക്കലാണെന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, ഇതൻ അക്ദിബ്, ഞാൻ കളവ് പറയും ഖുറൈശികളോട് ചെന്നിട്ട്. അപ്പോൾ അയാൾ പറയണോ റുഖാന പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കളവാണ് പറയണത്. ഏതിനെക്കുറിച്ച്? സ്വല്ലല്ലാഹു തങ്ങളോട് ദൈവത്തിനെ കുറിച്ച്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊള്ളൊളിച്ചിട്ട് കളവ് പറയുന്ന ആളാണ്. പിന്നെ ഈ ഒരു കളവ് പറയുന്നതിന് എന്താ വിഷയം നോക്കണം. അപ്പോൾ സ്വല്ലല്ലാഹു തങ്ങൾ പറയാണ്, എൻ്റെ ആടിനേറ്റ് പോയിക്കോ, എന്നെ തള്ളിയിട്ടും ചെയ്ത്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ആടിനെ എടുത്തിട്ട് ഞാൻ എനിക്കൊരു നഷ്ടം വരുത്തുന്നില്ല, പോകാൻ പറയാണ്. അങ്ങനെ അപ്പോൾ റുഖാനെ കുറിച്ച് പറയുന്നുണ്ട്, നീ ഒരു മാന്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ മക്ക ഫതഹിന് പിന്നീട് ഇത് മക്കാകാലം എടുത്തിന് വർഷങ്ങൾക്കപ്പുറം മക്കം ഫതഹിന് ഈ റുഖാന വരുന്നുണ്ട്. റുഖാന വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പറയുന്നുണ്ട്,
അന്ന് മുഹമ്മദ് മക്കയിൽ വെച്ച് നിങ്ങളെന്നെ ഗുസ്തിയിൽ തള്ളിയിട്ടില്ലേ, അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വാനത്തിൻ്റെ ഒരു സഹായം താങ്കളുടെ കൂടെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് എന്നെ തള്ളിയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹായം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞു വെച്ചാൽ ഇസ്ലാം മതങ്ങൾ എന്തായിരുന്നു, വളരെ ശക്തനായിരുന്നു, കരുത്തനായിരുന്നു എന്നുള്ളത്